ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. വെളിച്ചെണ്ണയും അതുപോലെ നല്ലെണ്ണയും നമ്മൾ വിളക്ക് കത്തിക്കാനും പാചകത്തിനുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇവ രണ്ടും പ്രധാനമായിട്ട് നമ്മൾ കേരളത്തിൽ നല്ലെണ്ണ അധികം പാചകത്തിന് ഉപയോഗിക്കാറില്ല. കൂടുതലും നമ്മൾ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലുമാണ് യൂസ് ചെയ്യാറ്. എന്നാലും നല്ലെണ്ണയും ഉപയോഗിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട്. തമിഴ്നാട്ടിലാണ് നല്ലെണ്ണ പാചകത്തിന് കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷേ കേരളത്തിലും ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമുക്ക് വിപണിയിൽ കിട്ടുന്ന വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും എത്ര ശതമാനം മായം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. എല്ലാറ്റിലും മായം ഉണ്ടാകാം. കൃത്യമായി ഭക്ഷ്യസുരക്ഷാ പരിശോധന നടത്തുന്നുണ്ടോ? പല ഫാക്ടറികളും നിയമങ്ങൾ പാലിക്കാതെ രക്ഷപ്പെടുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? ഇപ്പോൾ കരിയോയിൽ എന്ന് പറയുന്ന ഉപയോഗശൂന്യമായ വസ്തു. കരിയോയിൽ വെറുതെ ചെതല് പിടിക്കാതിരിക്കാൻ തടിക്കൊക്കെ അടിക്കുന്ന കരിയോയിൽ പെട്രോളിയം പ്രൊഡക്റ്റാണ്, വേസ്റ്റ് പ്രൊഡക്റ്റാണ്. അത് വേസ്റ്റാക്കി വരുന്ന ഓയിലുകൾ ഇത്തരത്തിൽ ചിതൽ പിടിക്കാതിരിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നതാണ് കരിയോയിൽ. അതുപോലെ എഞ്ചിൻ ഓയിലിൻ്റെ വേസ്റ്റും ഒക്കെ ചേർന്നാണ് കരിയോയിൽ വരുന്നത്. ഈ കരിയോയിൽ ഒരു 260 മുതൽ 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ചൂടാക്കി അതിൻ്റെ നിറം കളഞ്ഞ് അതിനെ ഒരു കൊഴുത്ത ദ്രാവകമാക്കി മാറ്റി ഈ ദ്രാവകം വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും മായമായി ചേർക്കുന്നു എന്നുള്ള അതിഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ, തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം കരിയോയിലുകളെ വെളുപ്പിച്ചെടുക്കുന്ന അത് വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും മായമായി ചേർക്കുന്ന നിരവധി ദ്രാവകങ്ങൾ എണ്ണ എന്ന് പറയാൻ പറ്റില്ല. ഇത് വെളിച്ചെണ്ണയാക്കി മാറ്റുന്നു, നല്ലെണ്ണയാക്കി മാറ്റുന്നു. ഇതെങ്ങനെ ഉപയോഗിച്ചാലും ദോഷമാണ്. ഭക്ഷണത്തിന്, പാചകത്തിന് ഇത് ഉപയോഗിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. ഇത് ഭവനങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിൽ, ക്ഷേത്രങ്ങളിൽ ഒക്കെ വിളക്ക് കത്തിക്കാൻ ഈ മായം ചേർത്ത എണ്ണകൾ ഉപയോഗിച്ചാൽ അതിൻ്റെ പുക ശ്വസിക്കുകയും മറ്റും ചെയ്താൽ അതും ഗുരുതരമായ രോഗങ്ങൾ വരാൻ കാരണമാകും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മുടെ വിപണിയിൽ കിട്ടുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളും ഇത്തരത്തിലുള്ള മായം ചേർത്താണ് വിൽക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ കൃത്യമായി പരിശോധന ഉണ്ടാവുന്നില്ല, കൃത്യമായ നടപടി ഉണ്ടാവുന്നില്ല. അതുപോലെ നെയ്യ് ചേർത്തുള്ള പ്രധാനപ്പെട്ട വസ്തു എന്നുള്ളത് പാരഫിൻ വാക്സ് എന്ന് പറയുന്ന വസ്തുവാണ്. ഇത് കത്തിച്ചു കഴിഞ്ഞാൽ മെഴുകു പോലെ ഉരുകിയിരിക്കും. യഥാർത്ഥ നെയ്യ്, നല്ല മഞ്ഞ നിറമുള്ള പശുവിൻ നെയ്യ് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും ആ വിളക്കിൽ ഒന്നും കാണില്ല. അതുപോലെ നെയ്യ് പാചകത്തിനായി എടുക്കുമ്പോൾ അതും പാരഫിൻ വാക്സ് കടന്നു വന്നു കഴിഞ്ഞാൽ അതും ഭക്ഷ്യവസ്തുക്കളിൽ കലർന്നു വന്നാൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകും. ഇത്തരം എണ്ണമയങ്ങളും നെയ്യും ഒക്കെ തന്നെ വ്യാജമായി കൂടുതലും നമ്മുടെ വിപണിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല ബ്രാൻഡുകൾ നോക്കി വാങ്ങിക്കുക. വ്യാജ ബ്രാൻഡുകൾക്ക് വില കുറവായിരിക്കും. നമ്മൾ മലയാളികൾ വില കുറയുന്നത് എന്തോ അത് നോക്കിയേ മേടിക്കൂ. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നല്ല ബ്രാൻഡുകൾ നോക്കി മേടിക്കുക. വില അല്പം കൂടിയാൽ നല്ല വെളിച്ചെണ്ണയും നെയ്യും ഓയിലും ഒക്കെ ആയിരിക്കും. വില കുറഞ്ഞത് നോക്കി മേടിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മേടിക്കുക. നമ്മളൊരു 50 ml ഒരു ബേക്കറിൽ അല്ലെ ഏതെങ്കിലും പാത്രത്തിൽ എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചാൽ ഒരു മണിക്കൂറിന് തിരിച്ചെടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണ എന്തായാലും കട്ടിയായിട്ടിരിക്കും. ഇത്തരം ഓയിൽസ് എന്തൊക്കെ സംഭവിച്ചാലും ഇത് കട്ടിയാവില്ല. ഇത് കാശ്മീർ കൊണ്ടാലും ഈ വെളിച്ചെണ്ണ കട്ടിയാവില്ല. അതാണ് ഇതിൻ്റെ വേറൊരു വ്യത്യാസം. ഇനി നമുക്ക് ഉപയോഗത്തിൽ നോക്കാം. ഉപയോഗത്തിൽ വരുമ്പോൾ ഇത്തരം വെളിച്ചെണ്ണകൾ നമ്മൾ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ അത് വെറുതെ ബോയിൽ പറയലൊന്നും ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും, വെള്ളം തിളയ്ക്കുന്ന പോലെ. അതേസമയം മറ്റേ വെളിച്ചെണ്ണ ഒറിജിനൽ ജെനുവിൻ വെളിച്ചെണ്ണ ആണെന്നതിൽ കുറച്ച് അതിൽ പതയുണ്ടാവും. അത് കാരണം ഇത് പിണ്ണാക്ക് മുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചേർക്കുന്ന സൾഫറിൻ്റെ ചെറിയൊരു അംശയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ബൈ.